രാഷ്ട്രീയ ഡീലും പണത്തിൻ്റെ ഡീലും നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസും BJPയും സയാമീസ് ഇരട്ടകളെ പോലെയാണ്. 1960 മുതൽ 2025 വരെയുള്ള വിവിധ തെരഞ്ഞെടുപ്പുകളിൽ വർഗീയ ശക്തികളുമായി ഡീൽ ഉണ്ടാക്കിയവരാണ് കോൺഗ്രസ്സുകാർ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാന രീതിയിലാണ് അവരുടെ ഡീല്. എന്നാൽ LDF ഒരു വർഗീയ ശക്തികളുമായും കൂട്ടുകൂടുന്നില്ല. പരാജയ ഭീതി മറക്കാൻ വേണ്ടിയാണ് ഇടതുപക്ഷത്തിനെതിരായ ആക്ഷേപം ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ വർഗീയ കക്ഷികളുമായി ഇടതുപക്ഷം ഡീലുണ്ടാക്കത്തതുകൊണ്ടുകൂടിയാണ് 10 വർഷമായി കേരളത്തിൽ വർഗീയ കലാപങ്ങൾ ഇല്ലാത്തത്. കോർപ്പറേറ്റുകളിൽ നിന്നും ബോണ്ട് വഴി BJPക്ക് 8,451 കോടി രൂപയും കോൺഗ്രസിന് 1,951 കോടി രൂപയുമാണ് ലഭിച്ചത്. കോൺഗ്രസ് നേതാവും MP-യുമായ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവാണ് റോബർട്ട് വധേര. ഹരിയാനയിലെ ഭൂമി ഇടപാട് അഴിമതി കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൂടിയാണ് ഇലക്ടറൽ ബോണ്ടിലൂടെ വിവിധ ഘട്ടങ്ങളിലായി 170 കോടി രൂപ BJPക്ക് നൽകിയത്. കോൺഗ്രസും BJPയും അന്തർധാരയിലാണെന്ന് തെളിയിച്ച ഒരു സംഭവമായിരുന്നു അത്. എന്നാൽ ഇലക്ടറൽ ബോണ്ട് നിയമനിർമ്മാണത്തിനു വേണ്ടി BJP പരിശ്രമിച്ചപ്പോൾ മുതൽ പാർലമെന്റിനകത്തും പുറത്തും ജുഡീഷ്യറിയിലും അതിനെതിരെ സമരം ചെയ്ത പാരമ്പര്യമാണ് LDFനുള്ളത്, രാജ്യത്തിലെ CPIM, CPI തുടങ്ങിയ പാർട്ടികൾക്കുള്ളത്. കോൺഗ്രസ് ആവട്ടെ BJP നിയമം കൊണ്ടുവരുമ്പോൾ പാർലമെന്റിൽ മിണ്ടിയില്ല. അതും ഒരു ഡീല് തന്നെയാണ്. നിയമ നടപടികൾ സ്വീകരിച്ചതിൻ്റെ ഫലമായി CPIMൻ്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇലക്ടറൽ ബോണ്ടിനെതിരെ കേസ് ഫയൽ ചെയ്തതിൻ്റെ ഫലമായി സുപ്രീം കോടതി ഒടുവിൽ ഇലക്ടറൽ ബോണ്ട് റദ്ദാക്കുകയുണ്ടായി. അപ്പോൾ ഡീല് പണത്തിൻ്റെ കാര്യത്തിലും രാഷ്ട്രീയ കാര്യങ്ങളിലും കോൺഗ്രസും BJPയും തമ്മിൽ ഉണ്ട് എന്ന് വ്യക്തമാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ഒരേ സ്വരത്തിലാണ് സംസാരിച്ചത്. LDF സർക്കാരിനെ താഴെ ഇറക്കുകയാണ് രണ്ടു കൂട്ടരുടെയും ലക്ഷ്യം. അതാണ് അവർ തമ്മിൽ ഉണ്ടാക്കിയ ഡീൽ. എന്നാൽ LDF ജനങ്ങളുമായി ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മതനിരപേക്ഷ വികസിത കേരളം ഉണ്ടാക്കുമെന്നുള്ള ഡീലാണ്, മറ്റൊരു ഡീലുമല്ല. ആ വാഗ്ദാനം, ജനങ്ങളുമായി ഉണ്ടാക്കിയ ഡീൽ ഇടതുപക്ഷം കഴിഞ്ഞ 10 വർഷമായി നടപ്പാക്കി വരുന്നുണ്ട്. അതാണ് 62 ലക്ഷം പേർക്ക് കുടിശ്ശികയില്ലാതെ പെൻഷൻ നൽകുന്ന പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിന് കാരണം. ലൈഫ് മിഷനിലൂടെ 5 ലക്ഷത്തിലധികം വരുന്ന ഭവനരഹിതർക്ക് ലൈഫ് ഉണ്ടാക്കി കൊടുത്തതാണ് ആ ഡീല്. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത 10 വർഷം എന്നതാണ് ആ ഡീല്. വർഗീയ കലാപങ്ങളില്ലാത്ത നാടാക്കി കേരളത്തെ തുടരാൻ സൗകര്യമുണ്ടാക്കുന്നതാണ് ആ ഡീല്. ചുരുക്കത്തിൽ വികസനത്തിനും ക്ഷേമത്തിനും വേണ്ടിയുള്ളതാണ് ആ ഡീല്. എന്നാൽ UDF അധികാരത്തിൽ വന്നാൽ വികസനമുണ്ടാവില്ല, ക്ഷേമമുണ്ടാവില്ല, ഇരുണ്ട കാലമായിരിക്കും. ഇതൊക്കെ ജനങ്ങൾക്കറിയുന്ന കാര്യമാണ്.
അതുകൊണ്ടാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള നുണകൾ വിളമ്പുന്നത്, വാഗ്ദാനങ്ങൾ നാടാകെ വിതറാൻ പരിശ്രമിക്കുന്നത്. UDF പറയുന്ന ഒരു കാര്യം പെൻഷൻ 3000 രൂപ നൽകുമെന്നാണ്. എന്നാൽ അവർ ഭരിച്ചപ്പോൾ ഉണ്ടായ അനുഭവം എന്താ? ആന്റണിയുടെ കാലത്ത് 32 മാസവും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസവും കുടിശ്ശികയായിരുന്നു. ആ കുടിശ്ശികയെല്ലാം കൊടുത്തു തീർത്തത് പിന്നീട് വന്ന LDF സർക്കാരുകളാണ്. 1980 പെൻഷൻ പദ്ധതി ആരംഭിക്കുന്നത്. 46 വർഷമായി. ഇതിനിടയിൽ 20 വർഷം ഭരിച്ചത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF ആണ്. അവർ ഏറ്റവും ഒടുവിൽ കേരളം ഭരിച്ചത് 2011 ആ 2011 ജനങ്ങളുടെ മുമ്പിൽ അവർ അവതരിപ്പിച്ച മാനിഫെസ്റ്റോവിലെ 4.23 വാഗ്ദാനം സാമൂഹ്യക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുകയും മുടക്കം കൂടാതെ എല്ലാ മാസവും ബാങ്കുകൾ വഴി വിതരണം നടത്തുകയും ചെയ്യും. 4.23 വാഗ്ദാനമാണ്. എന്തായിരുന്നു നമ്മുടെ അനുഭവം? 46 വർഷത്തിനിടയിൽ ആകെ 2011-16 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലത്ത് 2014 മാത്രമാണ് ഒരു 100 രൂപ വർദ്ധിപ്പിച്ചത്. പക്ഷേ തുക കൊടുത്തില്ല. അന്ന് കുടിശ്ശികയായിരുന്നു. ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർത്തത് LDF 2016 അധികാരത്തിൽ വന്നപ്പോഴാണ്.